ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാലല്ല, അപ്പോൾ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് നമുക്ക് നല്ലൊരു ഐസ്ക്രീം തയ്യാറാക്കാം. നല്ല കളർഫുള്ളായിട്ടുള്ള ഐസ്ക്രീമാണ്. നമ്മൾ നേരത്തെ നമ്മുടെ കിച്ചണിൽ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നല്ലൊരു ഐസ്ക്രീം തയ്യാറാക്കാം. നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യാം. നല്ല റെഡ് കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. നമുക്കിതുപോലെ അങ്ങനെ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഇടാം. നല്ല കളർഫുള്ളാണ് നമ്മുടെ ഈ ഐസ്ക്രീം. നല്ലോണം പഴുത്ത ഡ്രാഗൺ ഫ്രൂട്ടാണ്. അതിൽ നിന്ന് ജ്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്. കണ്ട കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീമിന് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. ഇതല്ലാതെ നമ്മൾ കണ്ടതുപോലെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ വരണ്ടിയെടുത്തിട്ടുണ്ട്. എല്ലാ ഫ്രഷ് ചെറുപ്പത്തിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഒരു ഫോർക്ക് എടുത്തതുപോലെ ഇങ്ങനെ നല്ലോണം അങ്ങനെ ഉടച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ നല്ലോണം ഒന്ന് ഫോർക്ക് കൊണ്ട് ഇങ്ങനെ നല്ലോണം ഉടച്ചെടുക്കാം. എല്ലാ ഭാഗത്തും ഇങ്ങനെ ഉടച്ചെടുക്കാം. ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നമ്മൾ 1 മിനിറ്റോളം നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. 1 മിനിറ്റ് നല്ലോണം നമ്മൾ ബീറ്റ് ചെയ്ത് ഇനി നമുക്ക് നിർത്താം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്ത് ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് അരക്കപ്പോളം ചേർക്കാം. അതിനുശേഷം നമുക്ക് ബീറ്റ് ചെയ്യാം. വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വിപ്പിംഗ് ക്രീം, മിൽക്ക് മെയ്ഡ്, പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് 3 മാത്രം മതി. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പം നമ്മൾ നല്ലോണം ക്രഷ് ചെയ്തെടുത്ത ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടി ബീറ്റ് ചെയ്ത് വെച്ച ഫ്രൂട്ടിലേക്ക് നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നല്ലോണം ക്രഷ് ചെയ്തതും കൂടി ചേർക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലോണം പഴുത്ത ഡ്രാഗൺ ഫ്രൂട്ട് ആയ കാരണം ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കാൻ ഇതിൽ നമ്മളിങ്ങനെ ഒരു ബീറ്റർ കൊണ്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തത്. നല്ലോണം ബീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് എല്ലാം എല്ലായിടത്തേക്കും ആയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. നമ്മൾ ഒരു ഐസ്ക്രീം ട്രയൽ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് ഫ്രീസറിൽ 7-8 മണിക്കൂറോളം വയ്ക്കാം. അപ്പോൾ പിന്നെ നമ്മുടെ ഐസ്ക്രീം റെഡിയാവും. നമുക്ക് ഏതാ ഷേപ്പിൽ വേണമെങ്കിൽ വെക്കാൻ. എൻ്റെ ഈ കുൽഫി മോഡൽ ഷേപ്പിനുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ വയ്ക്കും. നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. നമ്മുടെ ഐസ്ക്രീം ഇതുപോലെ ഒരു ബൗളിൽ, ആ ബൗൾ ഞാൻ മാറ്റിയില്ല, ആ മിക്സ് ചെയ്ത ബൗളിൽ തന്നെ നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് വെച്ച് ഫ്രീസറിൽ ഒരു 7-8 മണിക്കൂറോളം സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഐസ്ക്രീം തയ്യാറാക്കാം. 7 മണിക്കൂർ ആയി കഴിഞ്ഞിട്ട് ഇത് ഏകദേശം ഐസ്ക്രീം സെറ്റായി ഉണ്ടാവും. ഇത് നമുക്ക് ഇനി എടുക്കാം. എടുക്കുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒന്നൊന്നും വെള്ളം നനച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല ഫ്രീ ആയിട്ട് കിട്ടും. ഇതപ്പം നമുക്കൊന്ന് നനച്ച് കൊണ്ടുവരാം. അപ്പം നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ബൗളിൽ ഐസ്ക്രീം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് നോക്കാം. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഐസ്ക്രീം തയ്യാറായിട്ടുണ്ട്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.